നമസ്കാരം. സീലക്കാന്ത് എക്സ്റ്റന്റ് എന്ന മുദ്രകുത്തിയ മീൻ വീണ്ടും ജീവനോടെ കണ്ടെത്തപ്പെട്ട അത്ഭുതം. നമ്മുടെയൊക്കെ വിചാരം എന്തായിരിക്കും? നമ്മൾ ഭൂമിയെ മുഴുവൻ അറിയുന്നുവെന്ന്. പക്ഷേ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗം സമുദ്രം ഇന്നും മനുഷ്യർക്കറിയാത്ത രഹസ്യങ്ങൾ നിറഞ്ഞതാണ്. ദിനോസറുകൾ ഇല്ലാതായപ്പോൾ അവരോടൊപ്പം ഒരു വിചിത്ര മീനും ഇല്ലാതായി എന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പിച്ചിരുന്നു. ആ മീനിന്റെ പേര് സീലക്കാന്ത്. പുസ്തകങ്ങളിൽ ഫോസിലായി മാത്രം ജീവിച്ചിരുന്ന ഒരു പേര്. പക്ഷേ 1938 അത് വീണ്ടും ജീവനോടെ കണ്ടെടുത്തു. സീലക്കാന്തിനെ കുറിച്ചുള്ള ആദ്യ അറിവ് ഫോസിലുകളിൽ നിന്നാണ്. ഏകദേശം 40 കോടി വർഷം പഴക്കമുള്ള പാറകളിൽ അതിന്റെ രൂപം പതിഞ്ഞിരുന്നു. ദിനോസർ കാലഘട്ടത്തിൽ ഇത് സമുദ്രങ്ങളിൽ ജീവിച്ചിരുന്നു. പക്ഷേ 6.6 കോടി വർഷങ്ങൾക്ക് മുമ്പ് ആസ്ട്രോയിഡ് ഇമ്പാക്ട് കഴിഞ്ഞപ്പോൾ ഇത് ഇല്ലാതായി എന്ന് കരുതപ്പെട്ടു. ശാസ്ത്ര പുസ്തകങ്ങളിൽ വ്യക്തമായി എഴുതി എക്സ്റ്റിൻറ്റ് എന്ന്. എന്താണ് ഈ ഒരു മത്സ്യത്തിന്റെ പ്രത്യേകത? സീലക്കാന്ത് സാധാരണ ഒരു മീനല്ല. ഇതിന്റെ ഫിൻസ് ലോബ്ഡ് ഫിൻസ് ആണ്, അതായത് അസ്ഥികളുള്ള കൈകളെ പോലെ തോന്നുന്ന ഒരു ഘടന. ഇത് ശാസ്ത്രജ്ഞരെ ഒരു വലിയ കാര്യത്തിലേക്ക് നയിച്ചു. മീനിൽ നിന്ന് കരയിലേക്ക് വന്ന ആദ്യ ജീവികളുടെ കൈകാലുകൾക്ക് ഇതുമായി സാമ്യമുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എവല്യൂഷന്റെ ചരിത്രത്തിൽ ഒരു പ്രധാന വഴിത്തിരിവ്. അതാണ് സീലക്കാന്ത്. പിന്നെ 1938 ഒരു അത്ഭുത കണ്ടെത്തലുണ്ട്. അതെന്താന്ന് വെച്ചാല്, ഒരു മീൻപിടുത്ത നടത്തുന്ന ഒരു ബോട്ടിന്റെ വലയത്തില് ഒരു വിചിത്ര മീൻ കുടുങ്ങി. അതിനു മുന്നേ ആരും കണ്ടിട്ടില്ല ആ ഒരു മീനിനെ. മാർജോറി കോട്ടനെ ലാറ്റിമർ എന്ന മ്യൂസിയം ക്യൂറേറ്റർ അത് കണ്ടപ്പോൾ ഇതൊരു സാധാരണ മീനല്ലെന്ന് മനസ്സിലാക്കി. അവര് ശാസ്ത്രജ്ഞനായ JLB സ്മിത്തിനെ വിളിച്ചു. അവൻ വന്ന് നോക്കി. അവര് തിരിച്ചു മറിച്ചും ഈ മീനിനെ നോക്കിയിട്ട് അവർക്ക് അത്ഭുതത്തോടെ അവരവിടെ നിൽക്കുകയാണ് ചെയ്തേ. അവര് അന്ന് ഞെട്ടിയുടെ റീസൺ എന്താന്ന് വെച്ചാല്, ഇത് ഫോസിലിൽ മാത്രം കണ്ടിരുന്ന സീലക്കാന്താണ്. ശാസ്ത്രലോകം, ശാസ്ത്രജ്ഞർ അവരെല്ലാം ഞെട്ടുകയാണ് ചെയ്തത്. പുസ്തകങ്ങളിൽ എക്സ്റ്റിന്റ് എന്ന് പറഞ്ഞ ജീവി ഇത് അവരുടെ കൺമുന്നിൽ ജീവനോടെ. ഇത് എങ്ങനെ സംഭവിച്ചു, ഇത്രയും നാളും ഇത് എവിടെയായിരുന്നു എന്നൊന്നും അവർക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇരിക്കെ ഇത് എവിടെ ഒളിഞ്ഞിരിക്കുന്നു, അതോ ഈ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാട് മീനുണ്ടായിരുന്നു, ഒന്നും അവർക്കറിയില്ല. അവരുടെ പഠനങ്ങളിൽ അവര് മനസ്സിലാക്കിയിരുന്നു, സീലക്കാന്ത് പൊതുവെ 400 മുതൽ 700 മീറ്റർ ആഴമുള്ള സമുദ്ര ഗുഹകളിലാണ് ജീവിച്ചിരുന്നതെന്ന്. അവിടെ പ്രകാശമില്ല, അവിടെ മനുഷ്യരെത്താത്ത ഒരു മേഖലയാണ്, തണുത്ത ഇരുണ്ട നിശബ്ദമായ ആഴക്കടൽ. അവിടെ കോടിക്കണക്കിന് വർഷങ്ങൾ മാറ്റമില്ലാതെ ജീവിച്ചു. മുകളിൽ ഭൂമി മാറി, ജീവികൾ മാറി, കാലാവസ്ഥ മാറി. പക്ഷെ താഴെ സീലക്കാന്ത് അതേപോലെ തന്നെ തുടർന്നു, ഒരു മാറ്റവുമില്ല. അതായത് ലിവിംഗ് ഫോസിൽ എന്ന് പറയാം. സീലക്കാന്തിനെ ലിവിംഗ് ഫോസിൽ എന്ന് വിളിക്കുന്നതിന്റെ കാരണം, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന്റെ ശരീരഘടനയിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇത് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, എവല്യൂഷൻ ചിലപ്പോൾ വേഗത്തിൽ മാറുന്നതല്ല. പരിസ്ഥിതി സ്ഥിരമാണെങ്കിൽ ജീവികളും സ്ഥിരമായി തന്നെ തുടരും. അങ്ങനെ ഇരിക്കെ 1952 കൊമോറോസ് ദ്വീപുകൾക്കടുത്ത് വീണ്ടും സീലക്കാന്തിനെ കണ്ടെത്തി. ഇത് ഒറ്റ സംഭവമല്ല എന്ന് തെളിഞ്ഞു. ഇവ ഇന്നും വളരെ ചെറിയ എണ്ണം ആഴക്കടലിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ആഴക്കടലിന്റെ പല സ്ഥലങ്ങളിലും ഇത് ഉള്ളതായിട്ട് അവർ മനസ്സിലാക്കിയെടുത്തു. എക്സ്റ്റിന്റ് എന്ന് പറയുന്നത് പോലും ചിലപ്പോൾ തെറ്റാകാം. ഇതിൽ നിന്നും ശാസ്ത്രലോകത്തിന് കിട്ടിയ പാഠം അതാണ്. ഭൂമിയുടെ ഭൂരിഭാഗവും, പ്രത്യേകിച്ച് സമുദ്രം, ഇന്നും മനുഷ്യർക്കറിയില്ല. സീലക്കാന്ത് നമ്മെ വിനയത്തോടെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. പുസ്തകങ്ങളിൽ ഫോസിലായി മാത്രം ഉണ്ടായിരുന്ന ഒരു ജീവി ഇന്ന് ജീവനോടെ നീന്തുന്നു. സീലക്കാന്ത് നമ്മളോട് പറയുന്നു, ഭൂമിയിൽ ഇനിയും മറിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളുണ്ടെന്ന്. ഒരിക്കൽ എക്സ്റ്റിന്റ് എന്ന മുദ്രകുത്തിയ മീൻ ഇന്ന് എവല്യൂഷന്റെ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവാണ്. സീലക്കാന്ത്, ദ ഫിഷ് ദാറ്റ് ഡിഫൈൻഡ് എക്സ്റ്റൻഷൻ. താങ്ക് യു.